ഹായ് ഡിയർ, സാരിയാണ് ഫ്രം aaris എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഹെയർ ടിപ്സ് എന്ന് പറയുന്നത് ഒരു ജെല്ലാണ് കേട്ടോ. മുടി പെട്ടെന്ന് വളരാനും ഡബിൾ ആയിട്ടുള്ള ഒരു കട്ടി കിട്ടാനും ഒറ്റ യൂസിൽ തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, വളരെ ഉപകാരമായിരിക്കും. ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇത് നമ്മൾ വെറും ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് മാത്രം തയ്യാറാക്കുന്ന ഒരു ജെല്ലാണ്. എല്ലാവർക്കും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫ്ലാക്സീഡാണ് കേട്ടോ. ഫ്ലാക്സീഡ് ചണവിത്ത് എന്നൊക്കെ പറയും. ഇത് പഴയ കാലത്ത്, അതായത് മുത്തശ്ശിമാർ മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു സംഭവമാണ്. ഇതിന് ഒരുപാട് ബെനിഫിറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുടി വളരാനും മുഖസൗന്ദര്യം വർദ്ധിക്കാനും ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഫലമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ചണവിത്ത് അഥവാ ഫ്ലാക്സീഡ്. ഇതിപ്പോൾ എല്ലാ മാർജിൻ ഫ്രീ ഷോപ്പുകളിലും അതുപോലെ തന്നെ മിക്ക കടകളിലും കിട്ടും. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഞാനൊരു വലിയൊരു സ്പൂൺ എടുത്തിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട്, അതായത് കുറേ നാളത്തേക്കുള്ളത് നമുക്ക് തയ്യാറാക്കി വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒരു മാസം വരെ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ജെല്ല് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ വലിയ കട്ടും കല്ലും അഴുക്കും പൊടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് ഫ്ലാക്സീഡിൻ്റെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു വലിയൊരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇതുപോലെ വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളക്കണം. തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ. ഇത് നല്ല ജെല്ല് രൂപത്തിൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും കൈകൾ സോഫ്റ്റ് ആക്കാനും നിറം നൽകാനും മുഖത്തുണ്ടാകുന്ന ചുളുക്കുകളൊക്കെ മാറി മുഖത്ത് നമുക്ക് ഈ ഒരു ഫേസൊക്കെ തൂങ്ങി വരുന്നത് ഇല്ലാതാക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ ടിപ്സ് മാത്രമാണ് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാറുള്ളത്. നിങ്ങൾക്കിനി ബ്യൂട്ടി ടിപ്സ് കൂടി ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബ്യൂട്ടി ടിപ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരിക. ഇപ്പോൾ നമുക്കൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞൊന്ന് പൊങ്ങി വരും. ആ സമയം നമ്മൾ നന്നായിട്ട് കൈ തൊടാതെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡ് ഉപയോഗിച്ച് നമുക്ക് വണ്ണം കുറക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒമേഗ 3 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിശപ്പൊക്കെ നിയന്ത്രിക്കാനും വണ്ണം കുറക്കാനൊക്കെ ഒരുപാട് നല്ലതാണ്. ആളുകൾ ഇത് വെറും വയറ്റിൽ കഴിക്കാറുണ്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വണ്ണം നന്നായിട്ട് കുറഞ്ഞും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മുടി വളരാനും അതുപോലെ തന്നെ ഫേസിലേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ജെല്ലാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്ലാക്സീഡ് നന്നായിട്ടൊരു ജെല്ല് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറരുത്. ഇതിപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാറിപ്പോയി. അധികം ചൂടാറാതെ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനത്തെ ജ്യൂസ് അരിപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതെടുക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കോട്ടൺ തുണിയിലൂടെ നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ. സാധാരണ നോർമൽ അരിപ്പയിൽ അരിച്ചാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും കണ്ണിയാകുന്ന അരിപ്പയിൽ അരിച്ചിട്ട് തന്നെ എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു. വേറൊന്നും കൊണ്ടല്ല, ഞാനിത് ചൂട് കുറച്ചൊന്ന് ആറുന്നത് വരെയും വെയിറ്റ് ചെയ്തു. ആ ചൂടോടും കൂടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. പിന്നെ ഈ വിത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു തവണ ഇതുപോലെ അരിച്ചെടുത്തിട്ട് നമുക്ക് ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബാക്കി വരുന്ന സീഡ് നമുക്ക് വീണ്ടും 2 തവണയും കൂടി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇനിയും നമുക്ക് ജെല്ല് കിട്ടും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അത്രയും വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ആ ഒരു അളവ് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് തിളപ്പിച്ച് കുറുക്കി ജെല്ലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നല്ലതുപോലെ പതയൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത്
കിട്ടാൻ, അതായത് ജെല്ല് ഇതിനകത്തുനിന്ന് അരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതേ വീണ്ടും നമ്മൾ അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് എന്താ പറയുക, അത്ര അങ്ങോട്ട് കട്ടിയാവാത്തൊരു രീതിയിലാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മൾ ചൂടോടും കൂടി അരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് അരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു ഫ്ലാക്സ് സീഡ് ബാക്കിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും പഴയതുപോലെ തന്നെ ഒന്നുകൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 സ്പൂൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 1 മാസത്തിൽ മേലെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ജെല്ല് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് ഒരുപാട് ഷോപ്പുകളിലും ഓൺലൈനിലും ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും. എങ്കിലും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. അതായത് കെമിക്കലും അതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേ നമ്മൾ 3ാമത്തെ രീതിയും നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ജെല്ലൊക്കെ പതഞ്ഞ് വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പഴയ ആ ഒരു സംഭവത്തിനകത്തേക്ക് തന്നെ ചൂടോടും കൂടി അരിച്ചു കൊടുക്കുക. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലാക്സ് സീഡിൽ ഇപ്പോഴും ചെറിയ രീതിയിൽ എന്താ പറയുക മെഴുക്ക് പോലെ ഉണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ തണുത്ത് വരുന്ന സമയത്ത് കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഞാനിതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ കറ്റാർ വാഴയാണ് കേട്ടോ. കറ്റാർ വാഴയുടെ ലീഫ് ഇതൊന്ന് പൊട്ടി വീണ് കിടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടി ഉണ്ടല്ലോ, നമ്മുടെ ബുഷി പൂച്ചക്കുട്ടിയുടെ സ്ഥിരമായിട്ട് കിടക്കുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഇവളിവിടെ കിടന്നിട്ട് തല ഇതിനകത്ത് വെച്ചിട്ടാണ് കിടക്കാറുള്ളത്. അതുകൊണ്ടാണ് നമുക്കതൊന്ന് പൊട്ടി അടർന്ന് വീണേക്കണം. അപ്പോൾ അതെന്തായാലും നമ്മൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കറ്റാർ വാഴയുടെ ജെല്ല് ചേർക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ല് മാത്രം യൂസ് ചെയ്താൽ നല്ലതാണ്. കുറച്ചും കൂടി നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കറ്റാർ വാഴ ചേർക്കുന്നത്. ഇത് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ആ ഒരു മഞ്ഞ കളറിലുള്ള ഒരു സംഭവങ്ങളൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതിനകത്ത് കട്ടും എന്താ പറയുക പച്ച കളറിലുള്ള ആ തരിയൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ മുടിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് അരിച്ചത് ഒരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ജെല്ലിൽ നിന്ന് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ജെല്ല് ശരിക്കും കട്ടയായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്പൂണിൽ ഇത് എടുത്തിട്ട് കിട്ടുന്നില്ല. കണ്ടില്ലേ, സ്പൂണിലെടുക്കുമ്പോഴേക്കും ആ ജെല്ല് ഭാഗം ആയതുകൊണ്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല ജെല്ല് രൂപത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്തായാലും ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കോരി എടുക്കാനായിട്ട് നോക്കട്ടെ. അപ്പോൾ ഞാനിതിനകത്തേക്ക് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും തലമുടിയുടെ നീളവും തിക്കും അനുസരിച്ച് എടുക്കുക. എനിക്ക് അത്യാവശ്യം നീളമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറ്റാർ വാഴയും ജെല്ലും ഒക്കെ നന്നായിട്ട് ചേരണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ജെല്ല് ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ. പുറത്ത് വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചോളൂ. നമുക്ക് 1 മാസം വരെ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ രീതിയിൽ നമുക്കൊരാഴ്ചയിൽ 3-4 തവണയൊക്കെ യൂസ് ചെയ്യാം. അത്രക്കും ബെനിഫിറ്റാണ്. നല്ല തഴച്ചു വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് കയ്യിലേക്കും ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കയ്യിൽ മാത്രമല്ല, മുഖത്തും കയ്യിലും കഴുത്തിലും കാലിലും ഒക്കെ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ നല്ല സ്കിൻ സോഫ്റ്റ് ആകാനും നല്ല കളറ് കിട്ടാനും അതുപോലെ തന്നെ ചുളുക്കും പ്രായമായി വരുമ്പോഴുണ്ടാകുന്ന ഒരു സ്കിന്നിൻ്റെ ലൂസായിട്ട് തൂങ്ങി വരുന്ന സംഭവങ്ങളൊക്കെ മാറിക്കിട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇപ്പോൾ ഇതേ നമ്മൾ കയ്യിലേക്കൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരു സംഭവം റെഡിയാക്കിയാൽ തന്നെ നമുക്ക് തലയിലും അതുപോലെ തന്നെ എന്താ പറയുക കയ്യിലും ഇതാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എന്ത് സാധനം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ചെറുതായിട്ട് ഒരു 3-4 തുള്ളി ഓയിൽ എടുത്തിട്ട് തലയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിന്ന് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആരീസിൻ്റെ ഹെയർ കെയർ ഹെർബൽ ഓയിലാണ്. പച്ചമരുന്നൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന ഓയിലാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്തോളൂ കേട്ടോ. നല്ലതാണ്. മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറി മുടി നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സംഭവമാണ് കേട്ടോ. എന്താ പറയുക, ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.
ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഈ ജെല്ല് നമ്മുടെ തലയിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. തലയോട്ടിയിൽ നല്ലതുപോലെ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ എൻഡ് വരെ തുമ്പ് വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അങ്ങനെ തന്നെ കെട്ടി വെക്കുക കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നോർമൽ പച്ചവെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാം. ഇത് ഒരുപാട് നല്ലതാണ്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം ആരിസ് 7. താങ്ക് യു.